വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് അമിതഭാരം കയറ്റി വന്ന ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം മുക്കോലയ്ക്കൽ രാവിലെയോടെയായിരുന്നു അപകടം. BDS വിദ്യാർത്ഥി അനന്തുവാണ് മരിച്ചത്. അപകടത്തിൽ ദുർബലമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിച്ചു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് അമിത ലോഡുമായി എത്തിയ ലോറിയാണ് അപകടത്തിനിടയാക്കിയത്. മുക്കോലക്കൽ ജംഗ്ഷനിലെ റോഡിലെ കുഴിയിൽ ലോറി വീഴാതിരിക്കാൻ വാഹനം തിരിക്കവേ ഇതുവഴി ബൈക്കിൽ വന്ന BDS വിദ്യാർത്ഥി അനന്തുവിന്റെ ദേഹത്തേക്ക് ലോറിയിൽ നിന്നും കല്ലുകൾ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇരുചക്ര വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. പരിക്കേറ്റ അനന്തുവിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥലത്ത് ആദ്യം പ്രതിഷേധം അരങ്ങേറിയത്. തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തുന്ന ലോറികളിൽ നിന്ന് റോഡിലേക്ക് കല്ല് വീണുണ്ടാകുന്ന അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തിനിടയ്ക്ക് ലോറിയുടെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുറമുഖ കവാടം ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും നടന്നു. ഇവരെ പിന്നീട് പോലീസ് സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.